നാഡീ ജ്യോതിഷത്തിന്റെ പിതാമഹനായിട്ട് അറിയപ്പെടുന്നത് അഗസ്ത്യ മുനിയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഓരോ മനുഷ്യരുടെയും ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ താളിയോലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഭാവിയും ഭൂതവും ഒക്കെ അറിയാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതും ഈ ജ്യോതിഷം അറിയാൻ വേണ്ടി ഇവിടെ വരുന്നതും. 5 വലിയ ഗോപുരത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ ജനിച്ചതും ഇനി ജനിക്കാനുള്ളതുമായ മനുഷ്യരുടെ ജാതകങ്ങൾ ഇവിടുത്തെ താളിയോലയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് വിശ്വാസം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നാഡീ ജ്യോതിഷം അറിയാൻ വേണ്ടി വരുന്നത്. എല്ലാ ശിവന്റെ ക്ഷേത്രങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണല്ലേ, ചുറ്റുമതിലിന്റെ മേളിലായിട്ട് ഒരുപാട് നന്ദിയുടെ സ്റ്റാച്യൂസ്. ഇത് ദക്ഷിണാമൂർത്തിയുടെ ഉപപ്രതിഷ്ഠയാണ്. ഇവിടെ നവഗ്രഹത്തിലെ ചൊവ്വയുടെ പ്രതിഷ്ഠയാണ്. ഗോപുരത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം. രാമനും ലക്ഷ്മണനും ചേർന്ന് ജടായുവിന് അന്ത്യകർമ്മം നിർവഹിച്ച ഒരു തീർത്ഥക്കുളം എവിടെയുണ്ട്? ജടായു കുണ്ടം എന്നാണ് അതിന്റെ പേര്. ഇതാണ് ആ തീർത്ഥക്കുളം. ഈ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും ഭേദമാകും എന്നാണ് പറയപ്പെടുന്നത്. അംഗാരകമാശ്രയാമ്യകം അംഗാരകമാശ്രയാമ്യകം വീണത ആശ്രിത ജനമന്ദാരം വീണത ആശ്രിത ജനമന്ദാരം മംഗളവാരം ഭൂമികുമാരം വാരം വാരം മംഗളവാരം ഭൂമികുമാരം വാരം വാരം അംഗാരകമാശ്രയാമ്യകം വീണത ആശ്രിത ജനമന്ദാരം മംഗളവാരം ഭൂമികുമാരം വാരം വാരം അംഗാരകമാശ്രയാമ്യകം. രാമനും ലക്ഷ്മണനും സപ്തർഷിമാരും ഇവിടെ വന്ന് ശിവനെ ദർശനം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ താരകാസുരനെ വധിച്ചത് സുബ്രഹ്മണ്യനല്ലേ. അപ്പോൾ 6 തലയുണ്ടല്ലോ സുബ്രഹ്മണ്യന്. അപ്പോൾ പാർവതി ഒരു തവണ ആവശ്യപ്പെട്ടു ഉത്രേ ഒരു തല മാത്രമായിട്ടൊന്ന് പ്രത്യക്ഷപ്പെടാവോ എന്ന്. അങ്ങനെ ഒരു തല മാത്രമായിട്ട് സാധാരണ രൂപത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും അപ്പോൾ പാർവതി സുബ്രഹ്മണ്യൻ ഒരു വേല് ഗിഫ്റ്റായിട്ട് നൽകി. അപ്പോൾ ആ വേല് കൊണ്ടാണ് താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചത്.
അപ്പൊ ആ യുദ്ധത്തിൽ ദേവന്മാർക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി. ആ പരിക്കുകളൊക്കെ സുഖപ്പെടുത്തിയത് ഇവിടുത്തെ വൈദ്യനാഥനായ ശിവനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമ്മളിപ്പോ പോയ ജടായു കുണ്ടില്ലേ, അവിടെ അതിലെ വെള്ളം എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ആ മുറിവുകളൊക്കെ ഉണക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്തായിട്ട് മുരുകന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. നേരത്തെ മുരുകന്റെ ഒരു കഥ പറഞ്ഞല്ലോ, അപ്പം ശ്രീ മുരുകനും ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ തന്നെയാണ്. സെൽവമുത്തുകുമാരൻ, അങ്ങനെയാണ് ഇവിടുത്തെ മുരുകന്റെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വള്ളിയും ദേവയാനിയോടും കൂടി, 2 ഭാര്യമാരോടും കൂടിയുള്ള പ്രതിഷ്ഠയാണ്. ശിവനെ വൈദ്യനായിട്ട് ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മറ്റൊരു ഉപപ്രതിഷ്ഠ, പ്രധാനപ്പെട്ട ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് ധന്വന്തരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ധന്വന്തരി വൈദ്യശാസ്ത്രത്തിന്റെ ദേവനാണ്. എത്രയോ പുരാതനമായ ക്ഷേത്രങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ കാണാൻ സാധിക്കും. കുംഭകോണം, തഞ്ചാവൂർ, ഇപ്പുത, വൈത്തീശ്വരൻ കോവിൽ, ഇങ്ങനെ 800, 1000, 1200 വർഷവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ധാരാളം നമുക്ക് ഇവിടെ കാണാം. ഈ ക്ഷേത്രം തന്നെ ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇപ്പോഴിങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് ഇത്രയും ഫിനിഷിങ്ങോട് കൂടിയുള്ള സ്കൾപ്ചേഴ്സും ചിത്രപ്പണികളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോഴുള്ള ക്ഷേത്രങ്ങൾ മിഷനറീസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പോലും ഫിനിഷിംഗ് ഒക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ? അപ്പം ഇതൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോ ഒരു ഭാഗ്യം അല്ലേ? ഈ ഒരു കൾച്ചറും ഈ ഒരു ഹെറിറ്റേജും ഒക്കെ ഇനിയും നിലനിന്ന് പോട്ടെ. നമുക്കും ഇനി അടുത്ത ജനറേഷനും ഒക്കെ അറിയാൻ വേണ്ടിയും ഇതിലെ വിശ്വാസങ്ങളും ശാസ്ത്രവും എല്ലാം അടുത്ത ജനറേഷനും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് അങ്ങനെ നിലനിൽക്കട്ടെ. എല്ലാവരും വന്ന് ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുക. ഇതുപോലുള്ള പുരാതന ക്ഷേത്രങ്ങളിൽ ഇനിയും നമുക്ക് സഞ്ചരിക്കാം അല്ലേ? മറ്റ് ശ്രേഷ്ഠ അധ്യായങ്ങളിലൂടെ അടുത്ത ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.